മനുഷ്യരാശിയേക്കാൾ 30 ലക്ഷം മടങ്ങ് എണ്ണം കൂടുതലുള്ള ഒരു വലിയ നാഗരികതയോടൊപ്പമാണ് നമ്മൾ താമസിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ നാഗരികതയ്ക്ക് 1 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. അവരുടേതിനാകട്ടെ 10 കോടി വർഷത്തോളം പഴക്കമുള്ളതാണ്. നമ്മൾ നിരന്തരം അവരോട് ഇടപഴകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവരെ ആശ്രയിക്കുന്നു. അവരില്ലാതെ നമുക്ക് തീർച്ചയായും നിലനിൽപ്പ് പോലുമില്ല. എന്നാൽ ഈ നാഗരികത നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ളവരല്ല. മാത്രമല്ല, ഇതൊരു തരത്തിലുമുള്ള ബാക്ടീരിയകളല്ല. ഈ ജീവികൾ സ്വന്തമായി ഒരു സമൂഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ ശ്രേണിയും തൊഴിലുകളും കരിയർ ഗോവണികളുമുണ്ട്. അവർ ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയും കുട്ടികളെ പരിപാലിക്കുകയും കൂട്ടമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 കോടി വർഷങ്ങൾക്കിടയിൽ ഭൂമിയിലെ ഓരോ പ്രബല വിഭാഗങ്ങളെയും അവർ എളുപ്പത്തിൽ അതിജീവിച്ചു കഴിഞ്ഞു. ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതങ്ങനെയല്ല. നമ്മൾ അറിയാൻ പോകുന്നത് തേനീച്ചകളെയാണ്. ഭൂമിയിൽ എത്ര തേനീച്ചകളുണ്ട്? അവർക്ക് എത്ര ഭാരമുണ്ട്? ഭൂമിയിലെ ഏറ്റവും വലിയ തേനീച്ച ഏതാണ്? അവരെവിടെയാണ് താമസിക്കുന്നത്? തേനീച്ചകൾ എങ്ങനെയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്? തേനീച്ചകൾ മുഴുവൻ അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് പിന്നീട് എന്ത് സംഭവിക്കും? അതികഠിനമായ ശൈത്യകാലത്തെ ഈ തേനീച്ചകൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ഇരുണ്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു തൊഴുത്തിൽ പലക ഭിത്തികളിലെ വിള്ളലുകളിലൂടെ മങ്ങിയ വെളിച്ചം വരുന്നിടത്ത് മേൽക്കൂരയിലും ഭിത്തികളിലും വിചിത്രമായ നാരുകളാൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില കൂടുകളുടെ കൂമ്പാരം അവൻ കണ്ടു. ചിലതിൽ നിന്നും ഒഴുകുന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സജീവമായതും തികച്ചും അന്യഗ്രഹ ജീവിയുടേതുപോലുള്ളതുമായ ഒന്ന് ആ കൂടിനുള്ളിൽ വളരുന്നുമുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ളൊരു സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമകളുടെ തുടക്കം ഇങ്ങനെയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ സ്ക്രീനിൽ ഇതുപോലൊന്ന് കണ്ടിട്ടുമുണ്ടാകാം. ഭൂമിയിൽ അത്തരത്തിലുള്ള ഒന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് ആശ്വസിച്ചിട്ടുമുണ്ടാകാം. പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ടോ? അതെ, ഇത് ട്രിഗോണ ഇറ്റാമ, തേനീച്ചകളുടെ ഒരു കൂടാണ്. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാണ്? ഒരു തേൻകൂട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമല്ലോ. 3D പ്രിൻ്ററിൽ നിന്ന് വന്ന ഒന്നിനെ പോലെ തോന്നിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തേൻകൂടിൻ്റെ അത്തരത്തിലുള്ള കൃത്യമായ ഷഡ്ഭുജ രൂപം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നത് രസകരമാണ്. ഇത് സാധാരണയായി നമുക്ക് തോന്നുന്നു, കാരണം നമ്മളിത് കണ്ട് ശീലിച്ചിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവ നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ തേൻകൂടുകൾ തികച്ചും അന്യഗ്രഹ ജീവികളുടേതുപോലെ തോന്നിപ്പിക്കുന്നു. എന്നാൽ തേനീച്ചകളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ കൂടിൻ്റെ ആകൃതിയാണ് ഏറ്റവും കുറഞ്ഞ അത്ഭുതമെന്ന് നിങ്ങളോട് പറഞ്ഞാലോ? നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ ഈ പരിചിതമായ കൊച്ചു കൂട്ടുകാർ മാത്രമല്ല, നിലവിലുള്ള ഒരേ ഒരു വർഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. ആഗോളതലത്തിൽ 20,000-ലും അധികം തേനീച്ച വർഗ്ഗങ്ങളുണ്ട്. ഇത് എല്ലാ സസ്തനികളുടെയും പക്ഷികളുടെയും വർഗ്ഗങ്ങൾ ചേർത്ത് വെച്ചാലും അതിനേക്കാളും കൂടുതലാണ്. എന്നാൽ അവ വർഗ്ഗങ്ങളാണ്. മൊത്തം എണ്ണത്തിൻ്റെ കാര്യമോ? ഈ ഭീമാകാരമായ സംഖ്യ ഗ്രഹിക്കുവാൻ പോലും പ്രയാസമാണ്. അറിവുള്ളതാണെങ്കിൽ പോലും ശാസ്ത്രത്തിന് ലഭ്യമായ തുച്ഛമായ വിവരങ്ങളും പരസ്പര വിരുദ്ധമായ അറിവുകളും കാരണം ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നത് അസാധ്യമാണ്. തേനീച്ച വർഗ്ഗങ്ങളിൽ 96% അധികം മോശമായി പഠിക്കപ്പെട്ടവരാണ്. അതിലും ഉയർന്ന ശതമാനം വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ഏകദേശം കണക്കാക്കിയ ഉറുമ്പുകളുടെ എണ്ണവുമായി നമുക്കിതിനെ താരതമ്യം ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ തേനീച്ചകളെ ഉറുമ്പുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണും. ആകെ ഭൂമിയിൽ ഏകദേശം 11,000 ഇനം ഉറുമ്പുകളുണ്ട്. ഇവയുടെ ആകെ എണ്ണം 10,000 ട്രില്യൺ അല്ലെങ്കിൽ 10 ക്വാഡ്രില്യൺ ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തേനീച്ചകൾ ഇതിൻ്റെ ഇരട്ടി ഇനമുണ്ട്. എന്നിരുന്നാലും ഉറുമ്പുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത് ഒരു ലളിതവൽക്കരണമായിരിക്കാം. നമുക്കിത് മറ്റൊരു കോണിൽ നിന്നും പരിഗണിക്കാം. വളർത്തുന്ന തേനീച്ചകളുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. കാരണം ആഗോള തേൻ ഉൽപ്പാദന വ്യവസായത്തിൻ്റെ കൂടുകളുടെ എണ്ണത്തെക്കുറിച്ച് ചില സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാണ്. വിവിധ കണക്കുകൾ പ്രകാരം ലോകത്ത് വളർത്തുന്ന തേനീച്ചകളുടെ 10 കോടി കൂടുകൾ വരെയുണ്ട്. ഓരോ കൂട്ടിലും ഏകദേശം 10,000 മുതൽ 60,000 വരെ തേനീച്ചകളും ഉണ്ടാകാം. അങ്ങനെ ലോകത്ത് 1 മുതൽ 6 ട്രില്യൺ വരെ വളർത്തുന്ന തേനീച്ചകളുണ്ട്.
കാട്ടുതേനീച്ചകളുടെ എത്ര കോളനികൾ ഉണ്ടാകാം എന്നത് വലിയ ചോദ്യമാണ്. എന്നാൽ വളർത്തുന്നവയേക്കാൾ കൂടുതലാണോ അതോ അവ കുറവാണോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും കുറഞ്ഞത് വളർത്തുന്നവയുടെ അത്രയെങ്കിലും കാട്ടുതേനീച്ചകളും ഉണ്ടാകാം. ചില കണക്കുകൾ പ്രകാരം അത് അവയേക്കാൾ വളരെയേറെ കൂടുതലാണ്. എന്നിരുന്നാലും ജാഗ്രതയ്ക്കായി നമുക്ക് ഏറ്റവും കുറഞ്ഞ പരിധി കണക്കാക്കാം. വളർത്തുന്ന തേനീച്ചകളുടെ കാര്യത്തിൽ എല്ലാം വ്യക്തമാണ്. എന്നാൽ മറ്റ് 20,000 ഇനങ്ങളുടെ കാര്യമോ? അവയിൽ ഒരു ചെറുഭാഗം മാത്രമേ വളർത്തപ്പെടുന്നുള്ളൂ എന്ന് ഓർക്കുക. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ ലളിതമാകുവാൻ നമുക്ക് കാട്ടുതേനീച്ചകളെ മാത്രം പരിഗണിക്കുകയും ഓരോ വർഗത്തിലും ഏകദേശം 1 ട്രില്യൺ ജനസംഖ്യയുണ്ടെന്ന് ഏകദേശമായി കരുതുകയും ചെയ്യാം. ഒരു തേനീച്ചയുടെ ശരാശരി ഭാരം 100 മില്ലിഗ്രാം മാത്രമാണ്. മറ്റെല്ലാ തരത്തിലുമുള്ളവയുടെ ഏകദേശം ശരാശരി മൂല്യമായി നമുക്കിതിനെ എടുക്കാം. 1 ട്രില്യൺ തേനീച്ചകളെ 100 മില്ലിഗ്രാം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1,00,000 ടൺ ലഭിക്കും. ഇത് ഒരു വർഗത്തിൻ്റെ മാത്രം മൊത്തം ഭാരമാണ്. 20,000 ഇനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് എന്ന് ഓർക്കുക. മുന്നോട്ട് പോയാൽ മറ്റ് തേനീച്ച വർഗങ്ങൾക്കും ഏകദേശം ഒരേ ജനസംഖ്യയും ഭാരവും ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ 1,00,000 ടണ്ണിനെ 20,000 ഇനങ്ങൾ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 2 ബില്യൺ മെട്രിക് ടൺ ലഭിക്കുകയും ചെയ്യും. സമീപകാലത്തെ കണക്കുകൾ പ്രകാരം മനുഷ്യരാശിയുടെ മൊത്തം ഭാരം എന്നത് ഏകദേശം 390 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. ലോകത്തെ എല്ലാ തേനീച്ചകളും മനുഷ്യരാശിയേക്കാൾ കുറഞ്ഞത് 5 മടങ്ങ് ഭാരമുള്ളവരാണ് എന്ന് ഇത് തെളിയിക്കുന്നു. എല്ലാ വർഗങ്ങളിലുമായി മൊത്തം തേനീച്ച ജനസംഖ്യ 20 ക്വാഡ്രില്യൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്ക് കൂട്ടലാണ് ഇത് എന്ന് നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. എല്ലാ തേനീച്ച വർഗങ്ങളുടെയും യഥാർത്ഥ ജനസംഖ്യ അജ്ഞാതമാണ്. പക്ഷേ മൊത്തത്തിലുള്ള സംഖ്യയുടെ ക്രമം ഇങ്ങനെയായിരിക്കാം. പൂക്കളുള്ള എല്ലായിടത്തും ഈ തേനീച്ചകളെ നമുക്ക് കാണാം. അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവ വസിക്കുന്നു. എല്ലാ ദിവസവും തേനീച്ചകൾ ആഗോളതലത്തിൽ 1 ട്രില്യണിലും അധികം പൂക്കളിൽ പരാഗണം നടത്തുന്നുണ്ട്. 1 ട്രില്യൺ എന്നത് 12 പൂജ്യങ്ങൾ അടങ്ങുന്ന വലിയ സംഖ്യയാണ് എന്ന് ഓർക്കണം. എല്ലാത്തരം തേനീച്ചകളും കോളനികളിൽ വസിക്കുന്നവരോ ഭാവിയിലേക്കായി വലിയ അളവിൽ തേൻ ശേഖരിക്കുന്നവരോ അല്ല. നേരെ മറിച്ച് അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. തേനീച്ചയെപ്പോലുള്ള സവിശേഷമായ സാമൂഹിക ജീവികൾ മിക്കവാറും ഒരു അപവാദമാണ്. അത്തരം വർഗങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം തേനീച്ച വർഗങ്ങളും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും എന്തിനാണ് അവർ പൂമ്പൊടി ശേഖരിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാമോ? അത് വളരെ ലളിതകരമാണ്. തേനീച്ചകൾ തേനും പൂമ്പൊടിയും കഴിക്കുന്നു. പൂമ്പൊടി പ്രോട്ടീനുകളുടെ ഉറവിടമാണ്. തേൻ കാർബോഹൈഡ്രേറ്റുകളുടെ ഉറവിടമാണ്. അങ്ങനെയെങ്കിൽ തേനീച്ച വളർത്തുന്നവർ പുതിയ തേൻ ശേഖരിക്കുമ്പോൾ അവർ തേനീച്ചകളെ കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതെ എന്ന് പറയാം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലുകളിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. എന്നാൽ നമ്മൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പ്രത്യേക തരത്തിൽ വളർത്തിയെടുക്കുന്ന തേനീച്ചയേക്കാൾ കൂടുതൽ തേനീച്ചകൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് മനുഷ്യർ ഒരിക്കലും തേനീച്ചകളുടെ ശത്രുക്കളല്ല. എന്നാൽ അവർക്ക് ചില യഥാർത്ഥ ശത്രുക്കളുണ്ട്: കടന്നലുകൾ. തേനീച്ചകളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ കാർട്ടൂണുകളിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. ഇത് ശരിയാണ്. എന്നാൽ അതേസമയം അവർ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. ഉറുമ്പുകളെപ്പോലെ വാസ്തവത്തിൽ നമ്മൾ ചിമ്പാൻസികളുമായി ഉള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം ഉറുമ്പുകൾക്കും തേനീച്ചകൾക്കും കടന്നലുകളായിട്ടാണുള്ളത്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഉയർന്നു വന്ന തേനീച്ചകളും ഉറുമ്പുകളും ലോകത്തിലെ ഏറ്റവും വിജയകരമായ സാമൂഹിക പ്രാണികളായി മാറി. അവർ പല ഭൗമ ആവാസ വ്യവസ്ഥകളെയും കീഴടക്കി. മറ്റുള്ളവർക്കൊപ്പം ദിനോസറുകളെയും എളുപ്പത്തിൽ അവർ അതിജീവിച്ചു. ഇന്നുവരെ തുടരുന്ന ആഗോള പരിസ്ഥിതി സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എല്ലാറ്റിലും ഉപരി ഏകദേശം 90% കാട്ടുചെടികളും ലോകത്തിലെ 75% പ്രധാന വിളകളും പരാഗണത്തിനായി അവർ ആശ്രയിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ 3ാമത്തെ ഉരുളയും തേനീച്ചയെപ്പോലുള്ള പരാഗണകാരികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പരാഗണത്തെ ആശ്രയിക്കുന്ന വിളകൾ അല്ലാത്തവയേക്കാൾ വളരെ വിലപ്പെട്ടവയാണ്. ഉദാഹരണത്തിന്, നേരിട്ടോ അല്ലാതെയോ തേനീച്ചകളെ ആശ്രയിക്കുന്ന ഒരു ബിഗ് മാക്കിൽ നിന്ന് നിങ്ങൾ എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൺ അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. കാരണം ഗോതമ്പ് പരാഗണത്തിന് ആവശ്യമില്ല. ചില കണക്കുകൾ പ്രകാരം തേനീച്ചകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ മനുഷ്യരാശി മുഴുവനും അടുത്ത 4 വർഷത്തിൽ കൂടുതൽ അതിജീവിക്കില്ല. നമ്മൾ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു പോകും.
അവർ ചുറ്റുമുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. തേനീച്ചകൾ വളരെ വൈവിധ്യമാർന്ന മൃഗവിഭാഗമാണ്. അവയുടെ വലിപ്പത്തിൽ പരസ്പരം 10 ഇരട്ടി വരെ വ്യത്യാസമുണ്ടാകാം. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും ചെറിയ കുള്ളൻ തേനീച്ച പെർഗിറ്റ മിനിമയാണ്. ഇത് വെറും 2 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ളവയാണ്. ഒരു കാർട്ടൂൺ കഥാപാത്രം പറഞ്ഞ പോലെ, ഒരു പ്രാണിയായിരിക്കുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ പെർഡിറ്റ മിനിമ ഈ വലിപ്പം സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിന് മിക്കവാറും എവിടെയും ഒളിച്ചു നടക്കാം. വളരെ കുറച്ച് ഭക്ഷണം മാത്രം മതി. വലിയ അഭയം നിർമ്മിക്കേണ്ടതുമില്ല. ഒരു സാധാരണ തേനീച്ചയ്ക്ക് ഒരു ദിവസത്തെ പൂമ്പൊടി ഈ കുഞ്ഞിന് ഒരാഴ്ച മുഴുവൻ നിലനിൽക്കാൻ സാധിക്കും. ഒരു മുതിർന്ന മനുഷ്യൻ്റെ തള്ളവിരലിനേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ തേനീച്ചയുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതിന് സ്റ്റാഗ് വണ്ടിൻ്റെ താടിയെല്ലുകൾ പോലെയാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച, മെഗാച്ചൽ പ്ലൂട്ടോ, അല്ലെങ്കിൽ വാലസിൻ്റെ ഭീമൻ തേനീച്ച. 1958 ശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് വാലസാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ ഈ ഒരു ഇനത്തിൻ്റെ ജനസംഖ്യ വളരെ വേഗം കുറഞ്ഞു. അവസാനമായി ഇവയെ കണ്ടെത്തിയത് 1981 ഇന്തോനേഷ്യൻ ദ്വീപായ ബെച്ചാനിലായിരുന്നു. അന്ന് ഗവേഷകർ 6 കൂടുകൾ ഇവയുടെ കണ്ടെത്തി. അതിനുശേഷം പുതിയ വിവരങ്ങളൊന്നുമില്ല. ഏകദേശം 40 വർഷങ്ങൾ ഇന്ന് കടന്നുപോയി. ഭീമൻ തേനീച്ച വംശനാശം സംഭവിച്ചതായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അടുത്ത കാലത്തുണ്ടായ ഒരു കണ്ടെത്തൽ വലിയ തരംഗമുണ്ടാക്കി. 2019 ഫെബ്രുവരി 21 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരുടെയും ഒരു പ്രാദേശിക പ്രകൃതി ശാസ്ത്രജ്ഞരുടെയും സംഘം ഇന്തോനേഷ്യയിലെ ഒരു മരത്തിലെ ചിതൽ കോളനിയിൽ ഒരു പെൺ തേനീച്ചയെ കണ്ടെത്തി. വാലസിന്റെ കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി ഗവേഷകർ അദ്ദേഹത്തിന്റെ വഴി പിന്തുടരുകയും അതേ ദ്വീപിൽ തന്നെ ഒരു ഭീമൻ തേനീച്ചയെ കാണുകയും ചെയ്തു. ഇനി നിലവിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഈ പറക്കുന്ന ബുൾഡോഗിനെ കാണുന്നത് തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ് എന്ന് അന്നത്തെ പര്യവേഷണ സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ക്ലേ ബോൾട്ട് പറഞ്ഞു. ശരാശരി ചിറകുകളുടെ വിസ്താരം ഏകദേശം 6 സെന്റിമീറ്റർ ആണെന്ന് കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ്മയത്തിൽ അത്ഭുതപ്പെടാനില്ല. ഈ വർഗത്തിലെ പെൺ തേനീച്ചകൾക്ക് കൂട് നിർമ്മിക്കാനുള്ള വസ്തുക്കളെ ശേഖരിക്കുവാൻ ഭീമാകാരമായ താടിയല്ല ആവശ്യമാണ്. മരത്തടികൾക്കുള്ളിലെ ചിതൽപ്പുറ്റുകളാണ് അവർ വസിക്കുന്ന സ്ഥലം. മരത്തിൻ്റെ കറ ഉപയോഗിച്ച് ചിതലുകളിൽ നിന്നും തങ്ങളുടെ വീടിനെ അവർ വേർതിരിക്കും. കണ്ടെത്തിയ പെൺ തേനീച്ചകളെ ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം തിരികെ കാട്ടിലേക്ക് തന്നെ അയച്ചു. ഈ തേനീച്ചകളെ ശരിക്കും പ്രകൃതിയിൽ കാണാം. ഇനി ഈ കുഞ്ഞ് സാധാരണ തേനീച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. എന്നിരുന്നാലും നമുക്ക് സാധാരണ എന്ന് പറയുമ്പോൾ തേനീച്ചകളെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് നമ്മൾ എങ്ങനെയോ അനുമാനിക്കുന്നു. എന്നാൽ അത് ശരിയല്ല. അതിനാൽ ഇനി മുതൽ നമ്മുടെ കഥ പൂർണ്ണമായും അവരെ കേന്ദ്രീകരിച്ചായിരിക്കും. ഒരു തേനീച്ചയ്ക്ക് അതിൻ്റെ ജീവിതകാലത്ത് ഒരു ടേബിൾ സ്പൂൺ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 270 ഗ്രാമോളം ബിഗ് ഐലൻഡ് ബീസ് ഹണി ഉൽപ്പാദിപ്പിക്കുവാൻ 683 തേനീച്ചകൾ ഇനി പറയുന്നവ ചെയ്യണം. ഏകദേശം 52,589 കിലോമീറ്റർ പറക്കുക, 3.9 ദശലക്ഷത്തിലും അധികം പൂക്കളെ സന്ദർശിക്കുക, കൂട്ടിലേക്ക് കൊണ്ടുവരികയും 2.7 കിലോഗ്രാം നെക്ടർ സംസ്കരിക്കുകയും ചെയ്യുക. 270 ഗ്രാം തേനിന് മാത്രമാണിത് എന്ന് ഓർക്കുക. 1 കിലോ തേനുണ്ടാക്കുവാൻ തേനീച്ചകൾ 4 മുതൽ 8 ദശലക്ഷം വരെ പൂക്കൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഈ മധുരപലഹാരം ഉൽപ്പാദിപ്പിക്കുവാൻ ഫാക്ടറികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോന്നിനും ശരാശരി 50,000 ജീവനക്കാരുമുണ്ട്. അത്തരമൊരു ഫാക്ടറിയുടെ വലിപ്പം 46x46 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ വാണിജ്യ തേനീച്ചക്കൂടിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്. തേനീച്ചകളുടെ ശരാശരി കൂട്ടത്തിന് 6 മുതൽ 8 കിലോ വരെ ഭാരമുണ്ടാകാം. അത്തരമൊരു കൂടിനെ ഫാക്ടറി എന്ന് വിളിക്കുന്നത് അതിശയോക്തിയല്ല. 10,000കണക്കിന് ജീവജാലങ്ങൾ ഓരോ ദിവസവും കൂടിനുള്ളിൽ ജോലി ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ തൊഴിൽ വിവരണത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആയുസ്സിൽ മിക്കവാറും എല്ലാ തൊഴിലാളി തേനീച്ചകളും വീട്ടുജോലിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, പലചരക്ക് വ്യാപാരികൾ, ശ്മശാന ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ നിരവധി തൊഴിലുകൾ കൈകാര്യം ചെയ്യുന്നു. ഈ ജോലികൾക്കെല്ലാം ശേഷം മാത്രമാണ് പൂക്കളിൽ പരാഗണം നടത്തുക എന്ന നമുക്കറിയാവുന്ന ജോലി തേനീച്ച തുടങ്ങുന്നത് പോലും. ഇവരെല്ലാം തൊഴിലാളി തേനീച്ചകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്യാത്തവരുണ്ടോ? തീർച്ചയായും. തേനീച്ചകൾ സാമൂഹിക പ്രാണികളാണ്. അതായത് അവർ കോളനികളിൽ വസിക്കുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ഉറുമ്പുകളുമായി വളരെയധികം സാമ്യമുണ്ട്. എന്നാൽ തേനീച്ച സമൂഹം അതിൻ്റേതായ രീതിയിൽ തികച്ചും സവിശേഷതയുള്ളവരാണ്. കോളനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സുപ്രധാനമായതുമായ അംഗമാണ് റാണി.
കോളനിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയും ജനസംഖ്യ കുറയുന്നതും അവളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കോളനിയിൽ ഒരു റാണി മാത്രമേ ഉള്ളൂ. ബാക്കി 10,000-കണക്കിന് തേനീച്ചകൾ അവളുടെ സന്തതികളാണ്. അപൂർവമായ മാറ്റത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 2 റാണികൾ ഉണ്ടായേക്കാം. പഴയതും ചെറുപ്പവും അല്ലെങ്കിൽ ഒരു സമ്മിശ്ര കോളനി. കൂട്ടിലെ ഏക പൂർണ്ണ വളർച്ചയെത്തിയ പെൺ തേനീച്ച റാണിയാണ്. അവൾക്ക് മാത്രമേ മുട്ടയിടാൻ കഴിയൂ. അവളുടെ ജീവിതത്തിൽ ഉടനീളം അവൾ അത് മാത്രമേ ചെയ്യാറുമുള്ളൂ. അങ്ങനെയെങ്കിൽ ആരാണ് തൊഴിലാളി തേനീച്ചകൾ? ആൺ തേനീച്ചകളാണോ? അല്ല, അവരും പെണ്ണുങ്ങളാണ്. പക്ഷേ അവരുടെ പ്രത്യുൽപാദന ശേഷി തടയപ്പെട്ടിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ഉറുമ്പ് കോളനികളും ഇതേ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവർ ബന്ധുക്കളാണല്ലോ. കോളനിയുടെ പ്രധാന ജീവനുള്ള യൂണിറ്റാണ് തൊഴിലാളി തേനീച്ച, ഈ മെറ്റാഫോറിക്കൽ ഫാക്ടറിയുടെ പ്രധാന എഞ്ചിൻ. അവർ എല്ലാ ജോലികളും ചെയ്യുന്നു. ഭൂമിയിലെ ഏറ്റവും കഠിനാധ്വാനികളായ ജീവികളായിട്ടാണ് അവ അറിയപ്പെടുന്നത്. തേനീച്ചകൾ നിസ്വാർത്ഥതയുടെ പ്രതീകമാണെന്നതിൽ അതിശയിക്കാനില്ല. തൊഴിലാളി തേനീച്ചകളുടെ അസാധാരണമായ ത്യാഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. കോളനിയിലെ 3ാമത്തെ പൗരൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആൺ തേനീച്ചകളാണ്. റാണിയിൽ നിന്നും വ്യത്യസ്തമായി അവരിൽ പലരുണ്ട്. തൊഴിലാളി തേനീച്ചകളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. അവർ എന്താണ് ചെയ്യുന്നത്? ഡ്രോണുകൾ പൂർണ്ണ വളർച്ച എത്തിയ ആണുങ്ങളായതിനാൽ അവർ പ്രത്യുൽപാദനം ഉറപ്പാക്കുന്നു എന്ന് കരുതുന്നത് യുക്തിസഹമാണ്. എന്നാൽ മറ്റെന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങളെല്ലാം വളരെ രസകരമാണ്. ഒരു ജീവി എന്ന നിലയിൽ തേനീച്ച എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറ്റേതൊരു പ്രാണിയെയും പോലെ തന്നെ ഒരു തേനീച്ച തികഞ്ഞ ഒന്നായി കാണപ്പെടുന്നു, പ്രത്യേകിച്ച് മാക്രോ ഫോട്ടോഗ്രഫിയിൽ. ആകർഷകരമായ അന്യഗ്രഹ രൂപങ്ങളുള്ള കുറ്റമറ്റ ഒരു സംവിധാനം. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. തേനീച്ചയുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് ഉറപ്പുള്ള ഒരു കൈറ്റിനസ് എക്സോസ്കെലിറ്റനാണ്. ഇക്കാര്യത്തിൽ മനുഷ്യരെക്കാൾ കൂണുകളായിട്ടാണ് തേനീച്ചകൾക്ക് കൂടുതൽ സാമ്യമുള്ളത്. ഇതൊരു തമാശയല്ല, കാരണം കൂണുകളുടെ കോശസ്തരങ്ങളിൽ കൈറ്റിൻ കാണപ്പെടുന്നു. ഒരു തേനീച്ചയുടെ ശരീരം തല, നെഞ്ച്, വയറ് എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ശരീരഭാഗങ്ങൾ നേർത്ത ഇലാസ്റ്റിക് സ്തരങ്ങളാൽ ബന്ധിച്ചുമിരിക്കുന്നു. തേനീച്ചയ്ക്ക് എത്ര കണ്ണുകളുണ്ടെന്നറിയാമോ? തേനീച്ചയുടെ തലയിൽ 5 കണ്ണുകളുണ്ട്. തേനീച്ചകൾക്ക് ദൃശ്യമായ 2 വലിയ സംയുക്ത കണ്ണുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത 3 ചെറിയ ലളിതമായ കണ്ണുകളുമുണ്ട്. ഇവ തലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലയിൽ തികച്ചും വിചിത്രമായ ഈ 5 കണ്ണുകൾക്ക് പുറമെ തലയിൽ 2 രസകരമായ ആൻറ്റിനകളുമുണ്ട്. ഇവ പെണ്ണുങ്ങളിൽ 11 ഭാഗങ്ങളും ഡ്രോണുകളിൽ 12 ഭാഗങ്ങളും ചേർന്നതാണ്. തേനീച്ചകൾ അവയുടെ ആൻറ്റിനകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ളതെല്ലാം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതൊരിക്കലും തൊടാനുള്ള അവയവമല്ല, മറിച്ച് അപ്രതീക്ഷിതമായ ഒന്നാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. തേനീച്ചയുടെ മുൻവശത്ത് വായ ഒരു ഇടുങ്ങിയ കൈറ്റിനസ് സ്ട്രിപ്പാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇതാണ് മുകളിലെ ചുണ്ട്. വശങ്ങളിലായി മുകളിലേക്ക് താടിയെല്ലുകൾ അല്ലെങ്കിൽ മാൻഡിബിൾസ് സ്ഥിതി ചെയ്യുന്നു. താഴത്തെ ചുണ്ടും ഒരു ജോഡി താഴത്തെ താടിയെല്ലുകളും ചേർന്ന ഒരു തുമ്പിക്കൈ രൂപപ്പെടുന്നു. പെണ്ണുങ്ങളുടെ ഉദരം 6 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഡ്രോണുകൾക്കാണെങ്കിൽ 7 ഭാഗങ്ങളുമുണ്ട്. നമുക്ക് സാധാരണ കാണുവാൻ സാധിക്കുന്ന പോലെ തേനീച്ചകൾക്ക് 2 ചിറകുകളല്ല ഉള്ളത്, 4 ചിറകുകളുണ്ട്. പ്യൂപ്പ ഘട്ടത്തിലാണ് ഈ ചിറകുകൾ രൂപപ്പെടുന്നത്. മുൻചിറകുകൾ വലുതും പിൻചിറകുകൾ ചെറുതുമാണ്. പറക്കുമ്പോൾ മുൻചിറകുകളും പിൻചിറകുകളും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ തലമായിട്ടാണ് മാറുന്നത്. അതിനാൽ പിൻജോടി ചിറകുകളുടെ മുൻവശത്തുള്ള ചെറിയ കൊളുത്തുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് തേനീച്ച ഇരിക്കുമ്പോൾ 2 ചിറകുകൾ മാത്രമുള്ളതുപോലെ തോന്നുന്നത്. തേനീച്ച ലാൻഡ് ചെയ്യുമ്പോൾ ഈ കൊളുത്തുകൾ വിട്ടുമാറുകയും ചിറകുകൾ ശരീരത്തോട് ചേർന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇത്തരം കൊളുത്തുകളുടെ ആകെ എണ്ണം 17 മുതൽ 28 വരെയാണ്. ഒരു തേനീച്ചയ്ക്ക് ഭാരമില്ലാതെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ പറക്കുവാൻ കഴിയും. ഭാരമുണ്ടെങ്കിൽ അത് 20 അല്ലെങ്കിൽ 30 കിലോമീറ്റർ വരെ ആകാം. ഓരോ സെക്കൻഡിലും 200 മുതൽ 250 തവണ വരെ ചിറകുകൾ അടിക്കുന്നു. ഇവർക്ക് കൂട്ടിൽ നിന്നും 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരം പറക്കുവാൻ കഴിയും, ചിലപ്പോൾ അതിലും ദൂരത്തേക്ക്. തേനീച്ചകളുടെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ അവയെല്ലാം എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നതാണ്. സംയുക്ത കണ്ണുകൾ, ഫാസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ധാരാളം ചെറിയ കണ്ണുകൾ ചേർന്നതാണ്. റാണിക്കാണ് ഏറ്റവും കുറവ്, 3 മുതൽ 4000 വരെ. തൊഴിലാളി തേനീച്ചകൾക്ക് ഇത് വളരെ കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ്. അതിനാൽ അവർക്ക് ഓരോ കണ്ണിനുള്ളിലും 5000 ഫാസ്റ്റുകൾ വരെ ഉണ്ടാകാം.
10,000 ഫാസ്റ്റുകൾ വരെയുള്ള ഡ്രോണുകൾക്കാണ് ഏറ്റവും മൂർച്ചയേറിയ കാഴ്ചശക്തിയുള്ളത്. പൊതുവെ തേനീച്ചകൾക്ക് മികച്ച കാഴ്ചശക്തിയുണ്ട്. എന്നാൽ തലയുടെ മുകളിലായി 3 ചെറിയ ലളിതമായ കണ്ണുകൾ എന്തിനാണ്? ഈ മാന്ത്രികത നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൽക്കാലം നമുക്കത് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. തേനീച്ചകൾക്ക് പോളറൈസ്ഡ് പ്രകാശം കാണുവാൻ കഴിയും. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന പ്രകാശം. സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുമ്പോൾ പോലും സൂര്യനെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുവാൻ അത് അവരെ അനുവദിക്കുന്നു. നിറങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുവപ്പായി കാണുന്ന നിറം തേനീച്ചകൾക്ക് കാണുവാൻ കഴിയില്ല. മഞ്ഞയ്ക്കും നീലയ്ക്കും പുറമെ അൾട്രാ വയലറ്റ് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയും. ഇനി നമുക്ക് അവരുടെ ആൻറ്റിനകൾ കാണാം. തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം അവ ഗന്ധം അറിയുന്നത് ഈ അവയവങ്ങൾ വഴിയാണ്. നമ്മൾ ശ്വാസകോശത്തിലേക്ക് വായു പമ്പ് ചെയ്യുന്നത് പോലെ തേനീച്ചകൾക്ക് ശ്വസിക്കുവാൻ കഴിയില്ല. സ്പൈറക്കിൾസ് എന്നറിയപ്പെടുന്ന അവരുടെ ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വായു നേരിട്ട് പ്രവേശിക്കുന്നു. തേനീച്ചകൾ വായു ശ്വസിക്കാത്തതിനാൽ മണം പിടിക്കുവാൻ അവയ്ക്ക് സ്പർശിക്കേണ്ടതില്ല. അതിനാണ് ഈ ആൻറ്റിനകൾ ഉപയോഗിക്കുന്നത്. അവയിൽ ഘ്രാണസുഷിരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് സെൻസിറ്റീവാണ്. മണമുള്ളിടത്ത് രുചിയുണ്ട്. തേനീച്ചകൾക്ക് അതറിയുവാൻ സാധിക്കുമോ? തീർച്ചയായും. തേനീച്ചകളുടെ രുചി സെൻസറുകൾ അവരുടെ തൊണ്ടയിലും തുമ്പിക്കൈയിലും ആൻറ്റിനയിലും കാലുകളിലും പോലും സ്ഥിതി ചെയ്യുന്നുണ്ട്. തേനീച്ചകൾക്ക് നല്ല കേൾവി ശക്തിയുമുണ്ട്. പക്ഷേ സ്വാഭാവികമായും അത് നമ്മുടേതുപോലെ പ്രവർത്തിക്കുന്നില്ല. നെഞ്ചിലെയും വയറിലെയും ചില ഭാഗങ്ങളിലും മുൻകാലുകളുടെ താഴത്തെ ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക അവയവങ്ങളിലൂടെ തേനീച്ചകൾ സ്പർശനങ്ങൾ തിരിച്ചറിയുന്നു. കൂടാതെ താപനില, ഈർപ്പം, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്നിവ കണ്ടെത്തുവാനുള്ള ഡിറ്റക്ടറുകൾ തേനീച്ചകളിലുണ്ട്. ഇതെല്ലാം തേനീച്ചകളുടെ ആ ആൻറ്റിനകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ തേനീച്ചകൾ അന്യഗ്രഹ ജീവികളാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്, അല്ലേ? ഇതിലും അവിശ്വസനീയമായ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായ കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. തേനീച്ചകൾ ഒരു സംവേദന അവയവമായി ഉപയോഗിക്കാത്തതും എന്നാൽ മറ്റൊരാളെ കഠിനമായി വേദനിപ്പിക്കുവാൻ കഴിയുന്നതുമായ ഒന്നിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ സംസാരിക്കുന്നത് കുത്താനുള്ള അവരുടെ അവയവത്തെക്കുറിച്ചാണ്. ഇത് ഉദരത്തിൻ്റെ പിൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 2 വിഷഗ്രന്ഥികൾ, വിഷം സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു പാത്രം, അരം പോലുള്ള ഒരു മുള്ള് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഈ മുള്ളിന് ഏകദേശം 2 മില്ലിമീറ്ററോളം നീളമുണ്ട്. കുത്തുമ്പോൾ ഇരയുടെ ചർമ്മത്തിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ബാർബുകൾ ഈ മുള്ളിലുണ്ട്. അതേ കാരണത്താൽ തേനീച്ചയുടെ കുത്ത് തേനീച്ചയ്ക്ക് തന്നെ മാരകമാണ്. മുള്ള് ചർമ്മത്തിൽ തറച്ചു കഴിഞ്ഞാൽ തേനീച്ച സഹജമായി പറക്കുവാൻ ശ്രമിക്കും. അപ്പോൾ മുള്ളും വിഷസഞ്ചിയും കുടലിൻ്റെ ഒരു ഭാഗവും തേനീച്ചയുടെ ഉദരത്തിൽ നിന്നും വേർപെട്ടു പോകും. മുറിഞ്ഞുപോയ മുള്ള് കുറച്ചുനേരം കൂടി സങ്കോചിതമാവുകയും വിഷം കുത്തിവെക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അലർജി ഇല്ലാത്ത ഒരാൾക്ക് തേനീച്ചയുടെ കുത്ത് അസുഖകരമാണെങ്കിലും ഒരു തേനീച്ചയിൽ നിന്ന് അത് വലിയ അപകടമുണ്ടാക്കില്ല. എന്നാൽ ഒരു കോളനിയെ മുഴുവൻ പ്രകോപിപ്പിക്കുന്നത് വിവേകശൂന്യവുമാണ്. 500 കുത്തുകൾ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കും. 1000 കുത്തുകൾ മാരകമായി മാറും. അലർജിയുള്ള ഒരാൾക്ക് ഒരു കുത്തുപോലും മാരകമായേക്കാവുന്ന അനാഫിലാറ്റിക് ഷോക്കിന് കാരണമായേക്കാം. ഇത്തരം അലർജി അത്ര അപൂർവമല്ല. കണക്കുകൾ പ്രകാരം 7% ആളുകൾക്ക് തേനീച്ച വിഷത്തോട് അലർജിയുണ്ട്. എന്നാൽ വാസ്തവത്തിൽ തേനീച്ചകൾ പലരും വിശ്വസിക്കുന്നതിനേക്കാൾ അക്രമസക്തമല്ല. സാധാരണ സാഹചര്യങ്ങളിൽ ഒരു തേനീച്ചയ്ക്ക് നിങ്ങളുമായി ഒരു കാര്യവുമില്ല. നിങ്ങളതിനെ ശല്യപ്പെടുത്തിയില്ലെങ്കിൽ അത് നിങ്ങളെയും ശല്യപ്പെടുത്തില്ല. ആൺ തേനീച്ചകൾക്ക് വിഷമോ മുള്ളോ ഇല്ലാത്തതിനാൽ അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല. മറ്റു പല പ്രാണികളെയും പോലെ തേനീച്ചകളും വികാസത്തിൻ്റെ 4 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ജീവി. ഈ അത്ഭുതകരമായ രൂപമാറ്റങ്ങൾ കൃത്യമായി എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഇത് ചിത്രശലഭത്തിൻ്റെ രൂപമാറ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇതിൽ ഏകോപിത ടീം വർക്ക് ഉൾപ്പെടുന്നു. ഓരോ സെല്ലിലും റാണി നിക്ഷേപിക്കുന്ന മുട്ടയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ബീജസങ്കലനം നടക്കുന്നതും നടക്കാത്തതുമായ മുട്ടകളുണ്ട്. രണ്ടാമത്തേത് ഡ്രോണുകൾക്ക് ജന്മം നൽകുന്നു. ബീജസങ്കലനം നടന്നവയിൽ നിന്ന് തൊഴിലാളി തേനീച്ചകളും ആവശ്യമെങ്കിൽ റാണികളും വരുന്നു. റാണിയാകുവാൻ 16 ദിവസത്തെ പൂർണ്ണ വളർച്ച വേണം. തൊഴിലാളി തേനീച്ചകൾക്ക് 21 ദിവസവും ഡ്രോണിന് 24 ദിവസങ്ങളും എടുക്കും. ഒരു തൊഴിലാളി തേനീച്ച എങ്ങനെ വികസിക്കുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. റാണി മുട്ടയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷം അത് ലാർവയായി മാറുന്നു. ആരോഗ്യകരമായ ലാർവകൾ വെളുത്ത നിറമുള്ളതും വെളിച്ചത്തിൽ തിളങ്ങുന്നതുമാണ്. ലാർവകൾ വേഗത്തിൽ വളരുകയും ദിവസത്തിൽ 24 മണിക്കൂറും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു.
ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തേനീച്ചകൾ ലാർവയ്ക്ക് റോയൽ ജെല്ലി എന്ന പ്രത്യേക പദാർത്ഥം നൽകുന്നു. ഇത് തൊഴിലാളി തേനീച്ചകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ വെളുത്ത പദാർത്ഥമാണ്. തൊഴിലാളി തേനീച്ചകൾക്കും ഡ്രോണുകൾക്കും ഭാവിയിലെ റാണികൾക്കും നൽകുന്ന ഭക്ഷണക്രമം തികച്ചും വ്യത്യസ്തമാണ്. ലാർവകൾ വളരുന്നതിനനുസരിച്ച് അവ 5 തവണ തൊലി കളയുകയും മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞു പുഴുക്കളേക്കാൾ 1500 മടങ്ങ് വലുതാവുകയും ചെയ്യുന്നു. 5 ദിവസത്തിനു ശേഷം തൊഴിലാളി തേനീച്ചകൾ ലാർവയിലുള്ള സെല്ലുകൾ അടയ്ക്കുന്നു. അടച്ച സെല്ലിനുള്ളിൽ ലാർവ പ്യൂപ്പയായി മാറുന്നു. ഈ ഘട്ടത്തിൽ ചിറകുകളും കാലുകളും കണ്ണുകളുമെല്ലാം രൂപപ്പെടുന്നു. പ്യൂപ്പ രൂപീകരണ പ്രക്രിയ 12 ദിവസത്തോളം എടുക്കും. പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ച സെല്ലിൻ്റെ തൊപ്പി കടിച്ചു കീറി പുറത്തേക്ക് വരുന്നു. റാണിയും ഡ്രോണും തൊഴിലാളി തേനീച്ചകളെ പോലെ തന്നെയാണ് വികസിക്കുന്നത്. ഭക്ഷണക്രമത്തിലും സമയത്തിലും മാത്രമേ ഇവയ്ക്ക് വ്യത്യാസമുള്ളൂ. ഓരോരുത്തരുടെയും വിധി വ്യത്യസ്തമായിരിക്കും. റാണിയുടെ കാര്യം നോക്കിയാൽ ഏത് ബീജസങ്കലനം നടന്ന മുട്ടയ്ക്കും റാണിയാകാം. പക്ഷേ അത് തൊഴിലാളി തേനീച്ചകളെ ആശ്രയിച്ചിരിക്കും. ഒന്നിലധികം റാണികളെ വളർത്തുവാൻ അവർ തയ്യാറെടുക്കുന്നു. ഏറ്റവും ശക്തവും ആരോഗ്യകരവുമായ ഒന്ന് മാത്രമേ അതിജീവിക്കൂ എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണിത്. വിരിഞ്ഞിറങ്ങുന്ന ആദ്യത്തെ റാണി ഉടൻ തന്നെ മറ്റു റാണിമാരെ കൊല്ലുന്നു. ജനിച്ച് 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ കന്യകയായ റാണി ഡ്രോണുകളുമായി ഇണചേരാൻ പോകുന്നു. ഇത് വലിയ ഉയരത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇണചേരലിന് ശേഷം ഡ്രോൺ തൽക്ഷണം മരിക്കുന്നു. അതിനുശേഷം റാണി തൻ്റെ ജീവിതകാലം മുഴുവൻ മുട്ടയിടാൻ മാത്രം ചിലവാക്കുന്നു. ഒരു സീസണിൽ റാണി ശരാശരി 1,50,000 മുതൽ 1,60,000 മുട്ടകൾ വരെ ഇടുന്നു. ഒരു റാണിയുടെ ആയുസ് 3 മുതൽ 5 വർഷങ്ങൾ വരെയാണ്. അവർക്കത് കഴിയുമ്പോൾ ശാരീരിക അവശതകൾ ഉണ്ടാകാൻ തുടങ്ങും. ശാരീരികമായ അവശതകൾ ഉണ്ടാകുമ്പോൾ കോളനി മുഴുവൻ ചേർന്ന് അവളെ കൊന്ന് പുതിയ റാണിയെ വാഴിക്കുന്നു. പ്രകൃതി ക്രൂരമാണെങ്കിലും കാര്യക്ഷമമാണ്. ഇത് തൊഴിലാളി തേനീച്ചകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു തൂപ്പുകാരിയായിട്ടാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നീട് കുട്ടികളെ നോക്കുന്ന ആയയായും കൂട് നിർമ്മിക്കുന്നവളായും ഒടുവിൽ പരാഗണം നടത്തുന്നവളായും മാറുന്നു. ഇനി നമുക്ക് അവരുടെ കൂട് കാണാം. തേനീച്ചകൾ ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ അവർ വൃത്താകൃതിയിലാണ് കൂട് നിർമ്മിക്കുന്നത്. എന്നാൽ മെഴുക് ചൂടായിരിക്കുമ്പോൾ അത് ഗുരുത്വാകർഷണം മൂലം പരസ്പരം അമരുകയും ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് അത് ഷഡ്ഭുജാകൃതിയായി മാറുകയും ചെയ്യുന്നു. ഷഡ്ഭുജാകൃതി എന്തുകൊണ്ടാണ് കൃത്യമായി ഈ ആകൃതിയാകുന്നത്? എന്തുകൊണ്ട് ചതുരങ്ങളോ ത്രികോണങ്ങളോ ആയിക്കൂടാ? ഒന്നാമതായി ഇത് ഏറ്റവും കാര്യക്ഷമമായ ആകൃതിയാണ്. ഓരോ കൊമ്പിൻ്റെയും ആന്തരിക വ്യാപ്തം പരമാവധി വർദ്ധിക്കുമ്പോൾ തന്നെ നിർമ്മാണ സാമഗ്രികളുടെ കുറഞ്ഞ ഉപയോഗം അത് അനുവദിക്കുന്നു. അവയ്ക്കിടയിൽ വിടവുകളൊന്നും അവശേഷിക്കുന്നുമില്ല. എന്നാൽ തേനീച്ചകൾ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുകയും തേൻകൂടിൻ്റെ ഗണിതശാസ്ത്രപരമായ കൃത്യമായ അനുയോജ്യമായ ആകൃതി നിർണ്ണയിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകൾ ഷഡ്ഭുജാകൃതിയിലുള്ള കൂടുകളല്ല നിർമ്മിക്കുന്നത്, മറിച്ച് വൃത്താകൃതിയിലുള്ളവയാണ്. അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ആകൃതിയിലുള്ളവയാണ്. ഭൗതികശാസ്ത്ര നിയമങ്ങളാണ് അവയെ ഷഡ്ഭുജാകൃതിയാക്കി മാറ്റുന്നത്. സിലിണ്ടർ കൂടുകൾക്കിടയിലുള്ള വിടവുകൾ തേനീച്ചകൾ മെഴുകുപയോഗിച്ച് നിറയ്ക്കുന്നു. പുതിയതായി നിർമ്മിച്ച സെല്ലുകൾ വളരെ അയഞ്ഞവയാണ്. കാരണം മെഴുക് അപ്പോഴും ചൂടുള്ളതാണ്. ഗുരുത്വാകർഷണ ബലത്തിൽ സിലിണ്ടറുകൾ പരസ്പരം അമരുകയും നിരപ്പാക്കുകയും ചെയ്ത് ഒരു ഷഡ്ഭുജാകൃതിയായി മാറുന്നു. എന്നിരുന്നാലും എല്ലാം ഭൗതികശാസ്ത്രത്തിൽ അവസാനിക്കുന്നില്ല. സെല്ലുകൾ ഒരു പ്രത്യേക കോണിൽ നിർമ്മിക്കുന്നതിലൂടെ തേനീച്ചകൾ ഈ പ്രകൃതിദത്ത അത്ഭുതത്തെ സ്വാധീനിക്കുന്നു. അങ്ങനെ അവ അടിഞ്ഞുകൂടി ഉറച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുന്നു. സിലിണ്ടർ ആകൃതി അന്തിമമല്ലെന്ന് അവർക്കറിയാവുന്നത് പോലെയാണിത്. കൂടുകളുടെ കോണും ഭിത്തികളുടെ കനവും ക്രമീകരിക്കുവാൻ അവർ തങ്ങളുടെ തല ഒരു പ്ലാം ലൈൻ തൂക്കുനൂൽ പോലെ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് തേനീച്ചകളുടെ അത്ഭുതകരമായ തേൻ നിർമ്മാണം എങ്ങനെയാണ് എന്ന് കാണാം. ഭക്ഷണവുമായി തിരികെ വരുന്ന തേനീച്ചകളിൽ നിന്നും ഈ ഭക്ഷണം സ്വീകരിക്കുന്നത് യുവ തേനീച്ചകളാണ്. ഇവിടെയാണ് തേൻ നിർമ്മാണത്തിൻ്റെ രഹസ്യം നടക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ശരാശരി പുതിയ ഭക്ഷണത്തിൽ ഏകദേശം 50% വെള്ളം അടങ്ങിയിരിക്കുന്നു. ഇത് വളരെ നേർത്തത് മുതൽ കട്ടിയുള്ള വകഭേദങ്ങൾ വരെയാകാം. ഇത് ഈ രൂപത്തിൽ ദീർഘനേരം സൂക്ഷിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് വേഗത്തിൽ പുളിച്ചു പോകാൻ തുടങ്ങും. അതിനാൽ ഭക്ഷണം സംസ്കരണം ഫോർജർ തേനീച്ചകളുടെ തേൻ സഞ്ചിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ഫോർജർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശേഖരിച്ച ഭക്ഷണം ഒരു തൊഴിലാളി തേനീച്ചയ്ക്ക് കൈമാറുന്നു. സ്വീകരിക്കുന്ന തേനീച്ച ഫോർജർ തേനീച്ചയുടെ വായിൽ നിന്നും ഭക്ഷണം തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നു.
ഫോർജർ തുടങ്ങിയ പ്രക്രിയ തുടർന്നുകൊണ്ട് അത് കുറച്ചു നേരം ചവയ്ക്കുന്നു. തുടർന്ന് സ്വീകരിക്കുന്ന തേനീച്ച ഇടയ്ക്കിടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ഭക്ഷണം വിടുകയും അത് തിരികെ വിഴുങ്ങുകയും ചെയ്യുന്നു. തേനീച്ചയുടെ ഉമിനീർ എൻസൈമായ എൻ വെർട്ടസ് സങ്കീർണമായ പഞ്ചസാരകളെ ലളിതമായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയായി വിഭജിക്കുന്നു. ഒരേ ഒരു ഇറക്ക് ഭക്ഷണം ഉപയോഗിച്ച് തേനീച്ച ഈ പ്രവർത്തനം ഏകദേശം 240 തവണ ചെയ്യുന്നു. തേനീച്ചകൾ സംസ്കരിച്ച ഭക്ഷണം തേൻകൂടുകളിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഭക്ഷണം മാത്രമാണ്, തേനായി മാറിയിട്ടേയില്ല. ഇനി ഇതിൽ നിന്നും അധികം ഈർപ്പം നീക്കം ചെയ്യേണ്ടതുണ്ട്. ജലവ്യാപ്തത്തിൻ്റെ 21% എങ്കിലുമായി ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ ഭക്ഷണം ഓരോ കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയ്ക്ക് 8 മുതൽ 10 വരെ ദിവസങ്ങളോളം എടുക്കും. ഈ സമയമാകുമ്പോഴേക്കും തേൻ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷേ അത് ഇപ്പോഴും പാകമാകാത്തതും ദ്രാവക രൂപത്തിലുള്ളതുമാണ്. ജലത്തിൻ്റെ ബാഷ്പീകരണം വേഗത്തിലാക്കുവാൻ തേനീച്ചകൾ അവരുടെ ചിറക് കൊണ്ട് വീശുന്നു. 100 കണക്കിന് തേനീച്ചകൾ ഒരേ സമയം ഇത് ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ഒരു കൂടിന് സമീപത്തിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു സജീവമായ മൂളൽ കേൾക്കുകയാണെങ്കിൽ തേനീച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയല്ല, മറിച്ച് ഫാനുകളായി സ്വയം പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. തേൻകൂടിൻ്റെ സിറപ്പ് ആവശ്യമുള്ള പരുവത്തിൽ എത്തിയാൽ സെല്ലുകൾ മെഴുകുപയോഗിച്ച് അടയ്ക്കുന്നു. ഈ സീലിംഗ് തേനീച്ചകൾ തന്നെ പതിപ്പിക്കുന്ന ഒരു തരം ക്വാളിറ്റി മാർക്കാണ്. തേൻ തയ്യാറാണെന്നും അത് കേടാകില്ല എന്നും വായു കയറില്ല എന്നുമാണ് ഇതിനർത്ഥം. ഇതിനു മുൻപ് അതിൻ്റെ ഘടന എൻസൈമുകളാൽ സമ്പന്നമായിരിക്കുകയും പ്രായോഗികമായി അണുവിമുക്തമാവുകയും ചെയ്യും. ഈ പ്രക്രിയകളെല്ലാം ഭക്ഷണത്തെ തേനാക്കി മാറ്റുന്നു. ഈ അവസ്ഥയിൽ തേൻ വർഷങ്ങളല്ല, നൂറ്റാണ്ടുകളോളം സൂക്ഷിക്കുവാൻ കഴിയും. ഇത് ഭക്ഷ്യയോഗ്യമായി മാത്രമല്ല, സ്വാദിഷ്ടമായും ഇതുപോലെ തന്നെ തുടരും. പൊതുവെ 15 മുതൽ 18 ദിവസം വരെ പ്രായമുള്ള ഭക്ഷണം ശേഖരിക്കുവാൻ സ്ഥാനക്കയറ്റം ലഭിക്കാത്ത യുവ തേനീച്ചകൾ കൂട്ടിൽ മറ്റു പല ജോലികളും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും റോൾ മാറുകയും ആവശ്യാനുസരണം വിവിധ തൊഴിലുകളിൽ വൈവിധ്യം നേടുകയും ചെയ്യും. ഉദാഹരണത്തിന്, ചിലർക്ക് കൂട് കാക്കുന്നതിലൂടെ യഥാർത്ഥ സൈനിക സേവനം ചെയ്യേണ്ടി വരും. യുവ തേനീച്ചകൾക്കായുള്ള അവസാന കൂട്ടിലെ ജോലികളിൽ ഒന്നായിട്ടാണ് ഇത് സാധാരണയായി കാണുന്നത്. എന്നാൽ കാവൽക്കാർ ആരിൽ നിന്നാണ് കോളനിയെ സംരക്ഷിക്കേണ്ടത്? എല്ലാവരിൽ നിന്നും. വന്യതയിൽ മറ്റു തേനീച്ചകളും കടന്നലുകളും മുതൽ കരടികൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജീവജാലങ്ങളും മധുരപ്രേമികളാണ്. പല മൃഗങ്ങൾക്കും, പ്രത്യേകിച്ച് പക്ഷികൾക്കും തേനീച്ചകളെ തന്നെ ലഘുഭക്ഷണമാക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് പലരെയും അതിർത്തി സേനയിൽ സേവനമനുഷ്ഠിക്കുവാൻ തേനീച്ചകൾ നിയോഗിച്ചിരിക്കുന്നത്. കാവൽക്കാരൻ്റെ സ്ഥാനം ശാശ്വതമല്ല. ചിലപ്പോൾ ഒരു ദിവസം സേവനം ചെയ്യും, മറ്റുള്ളവർ ഒരാഴ്ച. സേവനത്തിനുള്ള പ്രായവും 1 മുതൽ 3 ആഴ്ച വരെ വ്യത്യാസപ്പെടും. സാധാരണയായി ശക്തമായൊരു കോളനിയിൽ 10 മുതൽ 20 വരെ കാവൽ തേനീച്ചകൾ ഒരേ സമയം കൂടിൻ്റെ പ്രവേശന കവാടത്തിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. കാവൽ സംവിധാനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാവൽ തേനീച്ചകൾ മികച്ച കാഴ്ചശക്തിയുള്ളവരാണ്. എങ്കിലും അവർ ആശ്രയിക്കുന്നത് അതിൽ മാത്രമല്ല. തേനീച്ചകൾക്ക് ഒരു സുഹൃത്തോ ശത്രുവോ എന്ന് തിരിച്ചറിയാനുള്ള ഘ്രാണ സംവിധാനമുണ്ട്. ഒരു തേനീച്ചയുടെ മണം അതിൻ്റെ പാസ്പോർട്ടാണ്. ഓരോ കോളനിക്കും അതിൻ്റേതായ ഗന്ധമുണ്ട്. തേനീച്ചകളുടെ ആൻറ്റിനകളാണ് അവരുടെ ഘ്രാണ അവയവമായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. സംശയാസ്പദമായ ഏതൊരു വ്യക്തിയെയും നന്നായി മണുത്തു നോക്കുന്നതും ആൻറ്റിന കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുന്നു. കാവൽക്കാർ സ്വന്തം കൂട്ടുകാരെ ഗന്ധം കൊണ്ട് മാത്രമല്ല, പെരുമാറ്റ രീതികൾ കൊണ്ടും തിരിച്ചറിയുന്നു. കൂട്ടിലെ അംഗങ്ങൾ സാധാരണയായി സാവധാനത്തിലും ആത്മവിശ്വാസത്തോടെയുമാണ് പ്രവേശിക്കുന്നത്. അതേസമയം അന്യരായ കള്ളൻ തേനീച്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ വേഗത്തിൽ കൂട്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അതിർത്തി കാവൽക്കാർക്ക് ഇത് റദ്ദാക്കാൻ സാധിക്കും. തേനീച്ച അതിർത്തി സേവനത്തിൽ വെറ്റിനറി നിയന്ത്രണവും ഏർപ്പെടുത്തുന്നു. അണുബാധയേറ്റ ഒരു തേനീച്ചയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. മറ്റൊരു കൂടിൻ്റെ തേനീച്ചയുടെ കാര്യവും ഇങ്ങനെ തന്നെ. അത്തരം ക്ഷണിക്കപ്പെടാത്ത അതിർത്തിയെ ഒരു കള്ളനായിട്ടാണ് കണക്കാക്കുന്നത്. തേനീച്ച സാമ്രാജ്യത്തിൽ മോഷണം തികച്ചും സർവ്വസാധാരണമാണ്. ഇപ്പോൾ ഒരു ചോദ്യം: അപരിചിതരെ കാവൽ തേനീച്ചകൾ അകത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? അവർ സ്വന്തം ശരീരം കൊണ്ട് വഴി തടയുമെന്നാണോ? അതെ, തേനീച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മറ്റ് നിരവധി നടപടികളുണ്ട്. അനാവശ്യമായ അതിഥി സ്വയം പോകുന്നില്ലെങ്കിൽ അവർ അതിൻ്റെ ചിറകുകളും ആൻറ്റിനകളും മറ്റ് ശരീരഭാഗങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കും. മറ്റു കാവൽക്കാരും സഹായിക്കാൻ ഓടിവരും. ഒടുവിൽ ചിറകുകൾ കടിച്ചു കീറപ്പെട്ട നിസ്സഹായനായ കള്ളനെ നിലത്തേക്ക് എറിയുന്നു. അവിടെ അവൻ മരിച്ചു വീഴുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവർ മുള്ളുകൾ ഉപയോഗിക്കില്ല. അവ വലിയ ഭീഷണികൾക്കായി കരുതി വച്ചിരിക്കുകയാണ് ചെയ്യുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരമല്ലെന്നും
അപകട മുന്നറിയിപ്പ് മൂലം അവരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാമെന്നും നമ്മൾ പറഞ്ഞു. കുത്തുമ്പോൾ ഐസോമൈൽ അസറ്റേറ്റ് എന്ന സങ്കീർണമായ ഹോർമോൺ സ്രവിക്കുന്ന കുത്താനുള്ള സംവിധാനമാണ് അലാറം സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കുന്നത്. ഒരു തേനീച്ച ആരാണെങ്കിലും കുത്തുമ്പോൾ ആ മണം കൂടിനെ ആക്രമിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ പ്രാണികൾ സ്വന്തം ജീവൻ ബലി നൽകി അനാവശ്യ അതിഥികളെ ഒരു ലക്ഷ്യമായി അടയാളപ്പെടുത്തുന്നു. കാരണം തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം കുത്തുക എന്നത് ആസന്ന മരണം എന്നാണ് അർത്ഥം. ഗുരുതരമായ ഭീഷണി ഉണ്ടാകുമ്പോൾ മുഴുവൻ കോളനികളും ജാഗ്രതയാവുകയും എല്ലാ തൊഴിലാളി തേനീച്ചകളും താൽക്കാലികമായി കാവൽക്കാരായി മാറുകയും കോളനിയെ സംരക്ഷിക്കുവാൻ ജീവൻ ബലി നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അടിയന്തര അലാറം മുഴങ്ങുമ്പോൾ തേനീച്ചകൾ പ്രവേശന കവാടത്തിൽ ചുറ്റും വിവിധ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുകയും അവരുടെ ഉദരം ഉയർത്തി മുള്ളൽപ്പം പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒരു അലാറം ഹോർമോൺ പുറത്തുവിടുന്നു. വൈകാതെ കൂടുതൽ പുതിയ റിക്രൂട്ടുകൾ നുഴഞ്ഞുകയറ്റക്കാരെ ആക്രമിക്കുവാൻ പുറപ്പെടുന്നു. തേനീച്ച കുടുംബത്തിലെ അംഗങ്ങൾ ഒഴികെ എല്ലാ അതിഥികളും ക്ഷണിക്കപ്പെടാത്തവരാണെങ്കിലും എല്ലാവരും അപകടകാരികളാകണമെന്നില്ല. ഈ അത്ഭുതകരമായ സാമൂഹിക ജീവികൾക്ക് പൗരത്വം നേടുന്നതും സവിശേഷമായൊരു സംവിധാനത്തിലൂടെയാണ്. ഒരു വഴിതെറ്റിപ്പോയ തേനീച്ച ഒരു കുടുംബത്തിൽ ചേരുവാൻ ആവശ്യപ്പെടുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. തേനീച്ച കൂട്ടിൽ നിന്നും വളരെ ദൂരത്തേക്ക് പറന്നു പോവുകയും ഇനി തനിക്ക് മടങ്ങി വരുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒരു തേനീച്ച വെറും കൈയോടെ അല്ല വരുന്നത് എങ്കിൽ അത് ഉടൻ തന്നെ നിരുപാധികം സ്വീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. ഒരു കുടിയേറ്റ തേനീച്ച മുഴുവൻ ഭക്ഷണവും പൂമ്പൊടിയും കൊണ്ടുവന്നാലും പലപ്പോഴും അപമാനകരമായ ഒരു കാസ്റ്റിംഗ് പരിശോധനാ രീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. നിരീക്ഷകരായ തേനീച്ച വളർത്തുകാർ ഇത് പലതവണ കണ്ടിട്ടുള്ളതാണ്. ആദ്യം തേനീച്ച കാവൽക്കാരന് കൈക്കൂലി നൽകുന്നത് പോലെ ആഹാരവുമായി നാക്ക് നീട്ടുന്നു. കാവൽക്കാരൻ അത് പ്രകടകരമായി അവഗണിക്കുന്നു. പകരം അത് തേനീച്ചയുടെ പുറത്തു കയറി താടിയെല്ലുകൾ കൊണ്ട് ചിറകുകളിൽ മൃദുവായി സ്പർശിക്കുന്നു. കുടിയേറ്റക്കാരൻ തല കുനിച്ച് അത് സഹിക്കുന്നു. തേനീച്ച പ്രതിരോധിക്കാത്തപ്പോൾ മറ്റു കാവൽക്കാരും പരിശോധനയിൽ ചേരും. വൈകാതെ കാവൽക്കാരൻ്റെ ഗന്ധം പുതിയതായി വന്നവനിലേക്ക് മാറുകയും അവനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നടപടിക്രമത്തിൻ്റെ സാരം അത് ചേരുവാൻ ആഗ്രഹിക്കുന്ന കോളനിയുടെ ഗന്ധം തേനീച്ചയ്ക്ക് നൽകുക എന്നതാണ്. ഇതാണ് അതിൻ്റെ താമസാനുമതി. എന്നാൽ നേരെ മറിച്ച് ഒരു തേനീച്ച വെറും കൈയോടെയാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അതിജീവനത്തിനുള്ള സാധ്യതകൾ കുറവാണ്. അതിന് പാസ്പോർട്ട് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടേക്കാം. തേനീച്ചകൾ വെറുതെ തിന്നു ജീവിക്കുന്നവരെ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ടാണ് പാവം തേനീച്ച ഉടൻ തന്നെ റിസപ്ഷൻ ഡെസ്കിലേക്ക് അടുക്കാതെ പ്രവേശന കവാടത്തിന് സമീപം തൻ്റെ വിധിയും കാത്ത് വിനയത്തോടെ നിൽക്കുന്നത്. വഴിതെറ്റിപ്പോയ ഈ പാവങ്ങൾ പലപ്പോഴും മരിക്കാറാണ് പതിവ് എന്നാണ് തേനീച്ച വളർത്തുകാർ പറയുന്നത്. എന്നാൽ മിക്കപ്പോഴും കാവൽക്കാർ ഷിഫ്റ്റ് മാറുമ്പോൾ അവർക്ക് കൂട്ടിനുള്ളിലേക്ക് കയറുവാൻ കഴിയാറുമുണ്ട്. തേനീച്ച വേണ്ടത്ര പ്രായമാവുകയും വികസിക്കുകയും അനുഭവം പരിചയം നേടുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിക്കുന്നു. അത് പറക്കുന്ന തേനീച്ചയായി മാറുകയും ഭക്ഷണവും പൂമ്പൊടിയും ശേഖരിക്കുവാൻ പുറപ്പെടുകയും ചെയ്യുന്നു. പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുമ്പോൾ തേനീച്ചകൾ ആദ്യം ചെയ്യുന്നത് ഭക്ഷണം കുടിക്കുക എന്നതാണ്. അവർക്ക് അത് പറക്കാനുള്ള ഇന്ധനമായും അതുപോലെ തന്നെ ഒരു ട്രോഫിയായും ആവശ്യമാണ്. കാരണം ഭാവിയിൽ അവർ അത് തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കും. ഒരു മൈൽ അകലെ നിന്ന് തന്നെ ഭക്ഷണം സമ്പന്നമായ പൂവിൻ്റെ ഗന്ധം തിരിച്ചറിയുവാൻ തേനീച്ചകൾക്ക് കഴിയും. പട്ടികളുമായി താരതമ്യപ്പെടുത്താവുന്നതോ അതിലും മികച്ചതോ ആയ ഘ്രാണശക്തി അവർക്കുണ്ട് എന്ന് ഓർക്കുക. അവർ അതെങ്ങനെ കുടിക്കുന്നു? തുമ്പിക്കൈക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന നാക്ക് ഉപയോഗിച്ചാണ് അവർ കുടിക്കുന്നത്. അവർ നായ്ക്കളെ പോലെ തന്നെ ഭക്ഷണം നക്കുന്നു. പക്ഷേ അവർക്കത് വലിച്ചെടുക്കുവാനും കഴിയും. അങ്ങനെ ഒരു പൂവിൽ നിന്നും ഭക്ഷണം വേർതിരിച്ചെടുക്കുവാൻ രണ്ട് വഴികളുണ്ട്. തേനീച്ചയ്ക്ക് കട്ടിയുള്ളതും ദ്രാവക രൂപത്തിലുള്ളതുമായ ഈ ഭക്ഷണം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. മിക്കവാറും എല്ലാ പൂക്കളും ഉപയോഗിക്കുവാൻ അവർക്ക് കഴിയും. ഭക്ഷണത്തിന് പുറമെ തേനീച്ചകൾ സസ്യങ്ങളിൽ നിന്നും പൂമ്പൊടിയും ശേഖരിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ പ്രോട്ടീനുകൾ അവരുടെ ശരീരത്തിൻ്റെ നിർമ്മാണ സാമഗ്രികളായി വാർത്തിരിക്കുന്നു. എന്നാൽ പൂമ്പൊടി എത്ര ചെറുതാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അവർ അത് എങ്ങനെ ശേഖരിക്കുന്നു? അത് മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. തുടക്കത്തിൽ തേനീച്ചകൾ പൂവിൽ നിന്നും പൂവിലേക്ക് പറക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പൂമ്പൊടി ശേഖരിക്കുന്നു. അതെ, ഇത് വെറും തമാശയല്ല. തേനീച്ചയുടെ ശരീരം രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. തേനീച്ച പറക്കുമ്പോൾ ഈ രോമങ്ങൾ സ്ഥിത വൈദ്യുതി ശേഖരിക്കുന്നു. ഇത് പൂമ്പൊടിയെ ആകർഷിക്കുന്നു. പൂമ്പൊടി സുരക്ഷിതമായി കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്
തേനീച്ച പൂവിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വായുവിലായിരിക്കുമ്പോഴോ കാലിലെ പ്രത്യേക ബ്രഷുകൾ ഉപയോഗിച്ച് പൂമ്പൊടി ചീകിയെടുക്കുന്നു. ഇത് ചെറിയ ഉരുളകളാക്കി പിൻകാലുകളിലെ കോട്ട പോലുള്ള ഘടനകളിൽ വെക്കുന്നു. അതോടൊപ്പം ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവം ഉപയോഗിച്ച് ഉണക്കിയ പൂമ്പൊടി പേസ്റ്റ് പോലുള്ള പദാർത്ഥമാക്കി ഒട്ടിക്കുന്നു. ഇതിനെ പോളൻ ലോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു തേനീച്ച ദിവസവും ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് വിമാനയാത്രകൾ നടത്തുന്നത്. ഒരു ദിവസം 5 മുതൽ 7000 വരെ പൂക്കൾ സന്ദർശിക്കുന്നു. കഠിനമായ അധ്വാനമാണെങ്കിലും ഓരോ തവണയും അവർ വീട്ടിലേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടെത്തുന്നു. സൂര്യനെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുവാൻ അവർക്ക് കഴിയും. റോഡുകളും നദികളും പോലുള്ള ലാൻഡ്സ്കേപ്പുകൾ സവിശേഷതകൾ പോലും അവർ ഉപയോഗിക്കുന്നു. അതായത് ഒരു തേനീച്ചയുടെ ചെറിയ തലയിൽ ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭൂപടങ്ങളുമുണ്ട്. തേനീച്ച തിരികെ വരുമ്പോൾ എല്ലാ വിഭവങ്ങളും കൂടിനുള്ളിലെ യുവ തേനീച്ചകൾക്ക് നൽകും. ഒരു തേനീച്ച കൂടുതൽ ഭക്ഷണമുള്ള മറ്റൊരിടം കണ്ടെത്തുകയാണെങ്കിൽ അത് തീർച്ചയായും ആ വിവരം സുഹൃത്തുക്കളുമായി പങ്കിടും. എന്നാൽ അവർക്ക് സ്വന്തമായി ഭാഷയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ദിശയും ദൂരവും പോലുള്ള സങ്കീർണമായ വിവരങ്ങൾ അവർക്ക് കൈമാറേണ്ടതുണ്ട്. തേനീച്ചകൾക്ക് ഇത് ശരിക്കും ചെയ്യുവാൻ കഴിയും. നൃത്തം ചെയ്തുകൊണ്ടാണ് അവർ ഇത് പ്രകടിപ്പിക്കുന്നത്. ഇതിനെ വാഗിൾ ഡാൻസ് എന്നാണ് വിളിക്കുന്നത്. തേനീച്ച ഒരു നേർത്ത രേഖയിൽ നീങ്ങുന്നു. ഉദരം വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക് വേഗത്തിൽ ആട്ടുന്നു. തുടർന്ന് അത് തിരിഞ്ഞ് ഒരു അർദ്ധവൃത്തം വരച്ച് അതേ സ്ഥാനത്തേക്ക് മടങ്ങുന്നു. വീണ്ടും വയറ് കുലുക്കിക്കൊണ്ട് അതേ ദൂരം നടക്കുന്നു. ഈ രീതിയിൽ ഇത് നടുവിൽ ഒരു തരംഗരേഖയുള്ള 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിലുള്ള നൃത്തം സൃഷ്ടിക്കുന്നു. ഈ ശരീരഭാഷയുടെ അർത്ഥമെന്താണ്? തേനീച്ചയുടെ നൃത്തം പൂക്കളുള്ള സ്ഥലത്തേക്കുള്ള ദിശയെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്തുന്നു. തേനീച്ച ഉദരം കുലുക്കിപ്പോകുന്ന ദിശ ഭക്ഷണ സ്രോതസ്സിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ദൈർഘ്യം ദൂരത്തെ സൂചിപ്പിക്കുന്നു. വിസ്മയകരമെന്ന് പറയട്ടെ, ഇത് നമ്മുടെ മനുഷ്യ അളവ് സമ്പ്രദായങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ഒരു സെക്കൻഡ് വാഗിൾ ഡാൻസ് ഏകദേശം 1 കിലോമീറ്ററിനോട് യോജിക്കുന്നു. ഇതുപോലെ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ചോ അതിൻ്റെ കൂടുകളെക്കുറിച്ചോ അവർ അറിയുന്നു. അപ്പോൾ ഒരു തേനീച്ച ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടാൽ അത് വെറുതെ വിനോദത്തിലേർപ്പെടുകയല്ല, കഠിനാധ്വാനം ചെയ്യുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഒരു തൊഴിലാളി തേനീച്ചയുടെ ജീവിതം കോളനിക്കായി സമർപ്പിക്കപ്പെട്ട കഠിനമായ അധ്വാനമാണ്. ഒരു സീസണിൽ ഇത് 30 മുതൽ 40 ദിവസം വരെ മാത്രമേ ജീവിക്കാറുള്ളൂ. കാരണം ഇത് അക്ഷരാർത്ഥത്തിൽ പണിയെടുത്തെടുത്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. മരണം പോലും പൊതു നന്മയുമായി പൊരുത്തപ്പെടുന്നു. ചൂടുള്ള സീസണിൽ ഒരു തേനീച്ച മരണമടുത്തു എന്ന് തോന്നുമ്പോൾ അത് കൂടിന് പുറത്തേക്ക് പറന്നു പോകുന്നു. തൻ്റെ ശവം നീക്കം ചെയ്യുവാൻ സഹോദരന്മാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയാണിത്. ഡ്രോണിൻ്റെ മരണം ഇതിലും ദാരുണമാണ്. ഡ്രോണുകൾ ബീജസങ്കലനം നടത്താത്ത മുട്ടകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒരു ഡ്രോണിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഒരു ഡ്രോൺ മുതിർന്ന ആൺ തേനീച്ചയായി മാറുവാൻ ഏകദേശം 40 ദിവസത്തോളം സമയമെടുക്കും. എന്നാൽ ഒരു സീസണിൽ ജനിക്കുന്ന ഡ്രോണുകളിൽ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ റാണിയുമായി ഇണചേരാൻ അവസരം ലഭിക്കൂ. ബാക്കിയുള്ളവർ അപ്പോൾ എന്തു ചെയ്യുന്നു? തൊഴിലാളി തേനീച്ചകൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഡ്രോൺ ഒന്നും ചെയ്യാതെ ജീവിതം ചിലവഴിക്കുന്നു. ഇതൊരു തൊഴിലാളി തേനീച്ചയേക്കാൾ 3-4 മടങ്ങ് കൂടുതൽ തേൻ കുടിക്കുന്നു. സ്വന്തം സന്തോഷത്തിനായി പറക്കുന്നു, വെയിൽ കായുന്നു. ഇതിനെതിരെ ആർക്കും പരാതിയില്ല. ഇതിനിടയിൽ ഇണചേരുവാൻ ആവശ്യമായ 10 ദശലക്ഷം ബീജകോശങ്ങൾ ഡ്രോണിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകാം. ഇത് വളരെയധികം ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഡ്രോൺ ഇത്രയധികം ഭക്ഷണം കഴിക്കുന്നത്. പ്രകൃതിയുടെ രൂപകൽപ്പന അനുസരിച്ച് ഏറ്റവും വേഗതയേറിയതും ശക്തവുമായ ഡ്രോണുകൾക്ക് മാത്രമേ റാണി തേനീച്ചയെ പിടികൂടാൻ കഴിയൂ. സീസൺ കഴിയുന്തോറും തേനീച്ചകൾ ശൈത്യകാലത്തിനായി തയ്യാറെടുക്കുകയും ഡ്രോണുകൾ ഒരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. തൊഴിലാളി തേനീച്ചകൾ ഇവരെ ഭക്ഷണത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ഒടുവിൽ കോളനിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. വലിപ്പമുള്ള ഡ്രോണുകളെ ഈ ചെറിയ തേനീച്ചകൾ എങ്ങനെ പുറത്താക്കുന്നു? തേനീച്ചകൾ മാരകമായ ഫെറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവ ഡ്രോണുകളെ കടിക്കുമ്പോൾ ഒരുതരം ബോധക്ഷയം ഉണ്ടാകുന്നു. തുടർന്ന് അവയെ കൂടിന് പുറത്തേക്ക് വലിച്ചിടുന്നു. അങ്ങനെ വിശന്നും തളർന്നും ആൺ തേനീച്ചകൾ കൂട്ടത്തോടെ മരണമടയുന്നു. നമ്മൾ റാണി തേനീച്ചയെയും തൊഴിലാളി തേനീച്ചകളെയും ഡ്രോണുകളെയും കുറിച്ച് സംസാരിച്ചു. എന്നാൽ തേനീച്ച സാമ്രാജ്യത്തിൽ ഉയർന്ന ബുദ്ധിയുണ്ടെന്ന് പല ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്. അത് കൂട് തന്നെയാണ്. ഹൈവ് മൈൻഡ്, സ്വാം ഇൻ്റലിജൻറ്റ് എന്നൊക്കെ സയൻസ് ഫിക്ഷൻ എഴുത്തുകാർ പ്രയോഗിക്കാറുണ്ടെങ്കിലും ഈ പദങ്ങൾ ആ വിഭാഗത്തിൽ നിന്ന് മാത്രം വന്നതല്ല. 10,000-കണക്കിന് വ്യക്തികൾക്ക് എങ്ങനെ യുക്തിസഹമായി പെരുമാറുവാൻ കഴിയുന്നു എന്നത് ശാസ്ത്രജ്ഞരെ പണ്ടേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ചില കണ്ടെത്തലുകൾ നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം.
ഈ കൂട്ടമായി ജീവിക്കുന്ന ജീവികൾ ഒരിക്കലും ശീതകാല ഉറക്കത്തിലേക്ക് പോകുന്നില്ല. കൂട് തണുപ്പുകാലം കഴിയുന്നതുവരെ കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ചെയ്യുക. തേനീച്ചകൾ ഒരു പന്തുപോലെ ഒന്നിച്ചുകൂടി തങ്ങളുടെ ശരീരം കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ച തേനും പൂമ്പൊടിയും അവർ ആഹാരമാക്കുന്നു. കൂട് വൃത്തിയായി സൂക്ഷിക്കുവാൻ അവർ കൂട്ടിനുള്ളിൽ മലമൂത്ര വിസർജനം പോലും നടത്താറില്ല. വസന്തകാലത്ത് പുറത്തു പോകുന്നതുവരെ അവർ അത് പിടിച്ചു നിർത്തുന്നു. പല തേനീച്ചകളും ശൈത്യകാലത്തെ അതിജീവിക്കില്ല. വസന്തകാലമാകുമ്പോഴേക്കും കൂടിൻ്റെ അടിത്തട്ടിൽ ചത്ത തേനീച്ചകളുടെ ഒരു പരവതാനി തന്നെയുണ്ടാകും. എങ്കിലും സീസൺ തുടങ്ങുന്നതോടെ തേനീച്ച കുടുംബം വേഗതയിൽ തിരിച്ചു വരുന്നു. ഓരോ കോളനിക്കും അതിൻ്റേതായൊരു ജീവിതമുണ്ട്. ഓരോ തേനീച്ച കുടുംബത്തിനും അതിൻ്റേതായ സവിശേഷതകളും വ്യക്തിത്വങ്ങളും ഉണ്ട് എന്ന് ഏതൊരു തേനീച്ച കർഷകനും നമുക്ക് പറഞ്ഞു തരും. ശക്തമായ കോളനികളും ദുർബലമായവയുമുണ്ട്. ഒരേ സ്ഥലത്തിരുന്നിട്ടും ചിലത് അതിജീവിക്കുമ്പോൾ മറ്റു ചിലത് നശിച്ചു പോകുന്നു. ഓരോ കൂടിനും പ്ലാനിംഗ് നടത്തുവാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. റാണിയെ മാറ്റണോ, ശൈത്യകാലത്തേക്ക് എത്ര ഡ്രോണുകളെ വേണം എന്നെല്ലാം തീരുമാനമെടുക്കുന്നത് ഈ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ആണ്. ഒടുവിൽ ഇത് പുതിയൊരു കോളനി സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. ഇത് അതിശയകരമായൊരു പ്രക്രിയ തന്നെയാണ്. ഈ പ്രക്രിയയെ സ്വാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ജനസംഖ്യ കൂടുമ്പോഴോ സ്ഥലം തികയാതെ വരുമ്പോഴോ ആണ് ഇങ്ങനെ സംഭവിക്കുക. തേനീച്ചകൾ വലിയ ശബ്ദത്തോടെ കൂടിന് പുറത്തേക്ക് പറക്കുകയും തൊട്ടടുത്തുള്ള മരത്തിലോ വേലിക്കെട്ടിനുള്ളിലോ കൂട്ടമായി ഇരിക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് ഈ വലിയ കൂട്ടം ഒരു പ്രത്യേക ദിശയിലേക്ക് പറന്നു പോകുന്നു. അതിന് പിന്നാലെ കാര്യങ്ങൾ അതിലും രസകരമാണ്. റാണിയും പകുതിയോളം തേനീച്ചകളും ഒരു കൂട് തേടി പുറപ്പെടുന്നു. റാണിക്ക് അധിക ദൂരം വേഗതയിൽ പറക്കുവാൻ കഴിയാത്തതിനാൽ അവർ തൊട്ടടുത്തുള്ള കൊമ്പിലിരിക്കുന്നു. ബാക്കിയുള്ളവർ അവളെ പിന്തുടരുന്നു. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സംഘം പഴയ കൂട് വിടുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവർ അടുത്ത 3 മുതൽ 5 മണിക്കൂറിനുള്ളിൽ ചർച്ചകളും വോട്ടിങ്ങും നടത്തും. സ്കൗട്ട് തേനീച്ചകൾ പുതിയ സ്ഥലം കണ്ടെത്തുവാൻ പല ദിശകളിലേക്കും പറക്കുന്നു. മരപ്പൊത്തുകളോ പഴയ പെട്ടികളോ ഒക്കെ അവർ നോക്കുന്നു. കാലാവസ്ഥയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്ന വലിയ സ്ഥലമാണ് അവർക്ക് വേണ്ടത്. സ്ഥലം കണ്ടെത്തി തിരിച്ചെത്തുന്ന സ്കൗട്ടുകൾ നമ്മൾ നേരത്തെ കണ്ട വാഗിൻ ഡാൻസ് വഴി വിവരം കൈമാറുന്നു. വ്യത്യസ്ത തേനീച്ചകൾ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു ജനാധിപത്യപരമായ സംവാദം നടക്കുന്നു. ഒരു സ്ഥലത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നതുവരെ അവർ ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പുതിയ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഈ ചെറിയ ജീവികൾ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അത്ഭുതകരമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ തേനീച്ചകൾ ശൈത്യകാലത്തേക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ പോലും കൂടുപേക്ഷിച്ച് പോകാറുണ്ട്. അതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമാണ്. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. തേനീച്ചകളെക്കുറിച്ച് എത്ര പഠിച്ചാലും നമുക്ക് അവയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തോന്നും. വെറുമൊരു പ്രാണി മാത്രമായി അവരെ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യരാശിയേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് അംഗബലമുള്ള കൃത്യമായ നിയമങ്ങളും ഭരണ സംവിധാനവുമുള്ള ഒരു മഹാസാമ്രാജ്യമാണിത്. നമ്മുടെ ഓരോ മൂന്നാമത്തെ ഉരുള ഭക്ഷണവും ഈ കുഞ്ഞു ജീവികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരായും കരുത്തുറ്റ സൈനികരായും നിസ്വാർത്ഥരായ ശുചിത്വ തൊഴിലാളികളായുമെല്ലാം ഒരേ സമയം വേഷമിടുന്ന ഇവർ ഒരു ഹൈവ് മൈൻഡിൻ്റെ അഥവാ കൂട്ടായ ബുദ്ധിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ തൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മുൻഗണന നൽകുന്ന അവരുടെ ജീവിത രീതിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബഹിരാകാശത്ത് നിന്നുള്ള വിചിത്രമായ ജീവികളെക്കുറിച്ചുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളേക്കാൾ വളരെയേറെ വിസ്മയകരമാണ് ഈ കുഞ്ഞു ജീവികളുടെ ഓരോ ദിനവും. സ്വന്തം ശരീരഭാരത്തേക്കാൾ കൂടുതൽ ഭാരം വഹിക്കാനുള്ള അവരുടെ കരുത്ത്, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പൂന്തോട്ടങ്ങൾ കണ്ടെത്തുവാനുള്ള അവരുടെ ഘ്രാണശേഷി, ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ പുതിയ കൂട് കണ്ടെത്തുവാനുള്ള അവരുടെ പ്രത്യേക കഴിവ്, ഇതെല്ലാം പ്രകൃതിയുടെ നിഗൂഢമായ ആസൂത്രണത്തിൻ്റെ ഫലമാണ്. തേനീച്ചകൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്നും അങ്ങ് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയുടെ തന്നെ അന്ത്യത്തിൻ്റെ തുടക്കമാകാം. നമ്മുടെ തൊട്ട് സമീപത്ത് ജീവിക്കുന്ന എന്നാൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഈ വിസ്മയകരമായ നാഗരികതയെക്കുറിച്ചുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ദിനോസറുകൾ ഈ ഭൂമി അടക്കി ഭരിച്ചിരുന്ന ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ
ഒരു മാറ്റവുമില്ലാതെ ഒട്ടും തളരാതെ ഈ ഭൂമിയെ പരിപാലിച്ചു പോരുന്നവരാണ് ഈ തേനീച്ചകൾ. നമ്മൾ അവരെ മെരുക്കിയെടുത്തു എന്ന് അഹങ്കരിക്കുമ്പോഴും സത്യത്തിൽ അവർ നമുക്ക് വേണ്ടി ഈ ലോകത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്നത് പ്രകൃതിയിൽ വന്നുപോകുന്ന ചെറിയ പ്രതിഭാസം മാത്രമായിരിക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ നിലനിൽപ്പിൻ്റെ കാവൽക്കാരാണ്. ഈ ഒരു വീഡിയോയിലൂടെ തേനീച്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി എന്ന് ഞാൻ കരുതുന്നു. പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.